നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. തനിക്ക് മുന്നിൽ ദേഷ്യം കൊണ്ട് വരച്ചു നിൽക്കുന്നവനെ കാണെ അവൾ അവനരികിലേക്ക് പോകാനൊന്നും മടിച്ചു. എന്നാൽ അടുത്ത നിമിഷം അവിടെ ആ മടിയ പാടെ കാറ്റിൽ പറന്ന പോലെയായിരുന്നു അവന്റെ പ്രവൃത്തി. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ദേഷ്യം എത്ര നിയന്ത്രിച്ചും അതിന് നിയന്ത്രണരേഖ മറികടന്ന് കെട്ടുപൊട്ടിയ നിമിഷം ഇന്ദ്രൻ തനിക്ക് മുമ്പിൽ കാണുന്ന കണ്ണാടിയിലേക്ക് കൈമുഷ്ടി ഉരുട്ടി ആഞ്ഞു കുത്തി. അവന്റെ ആ തീരെ പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ നീലി ആകെയൊന്ന് ഭയന്നുപോയിരുന്നു. അവൾ ഞെട്ടിക്കൊണ്ട് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയ ശേഷം അവനരികിലേക്ക് നീങ്ങി. ഇന്ദ്രേട്ടാ. അവൾ അവന്റെ തൊട്ട് പുറകിൽ വന്നിന്ന് തോളിൽ കൈവച്ചാനും വിളിച്ചു. അവൻ ആ നിൽപ്പ് അങ്ങനെ നിന്നല്ലാതെ വെറുതെ പോലും അവളിൽ നിന്ന് തിരിഞ്ഞു നോക്കിയില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ? അവൾ അവന്റെ തോളിലുള്ള പിടിമുറുക്കിക്കൊണ്ട് അവനോട് തിരക്കി. നീലി. അവളുടെ ശബ്ദത്തിൽ ഇടർച്ച തിരിച്ചറിഞ്ഞെന്ന പോൽ അവൻ അവളെ നിന്ന് ശാസനയോടെ വിളിച്ചു. ഞാനൊന്നും ചോദിക്കുന്നില്ല. അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിലേക്ക് കയറി നിന്നു. ശേഷം അവന്റെ ചുരുട്ടി പിടിച്ചിരുന്ന കൈമുഷ്ടി കൈയിലേക്ക് എടുത്തു. അതിൽ വാർന്നിറങ്ങുന്ന ചോരത്തുള്ളികൾ കാണെ അവൾ ആ കൈയിലേക്കും അവന്റെ മുഖത്തേക്കും ഒന്ന് മാറി മാറി നോക്കി. അവിടെ ഇപ്പോഴും ദേഷ്യം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നറിയെ അവളൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ആ കൈയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചോരത്തുള്ളികളെ തന്റെ സാരി തലപ്പിനാൽ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ആ നീക്കം തടഞ്ഞുകൊണ്ട് അവനവളുടെ കയ്യിൽ നിന്ന് തന്റെ കൈ വലിച്ചെടുത്ത് അവിടുന്ന് ഒഴിഞ്ഞു മാറി പോവാൻ തുടങ്ങി. എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യം? അടുത്ത നിമിഷം അവൻ അതിനെ സമ്മതിക്കാതെ അവൾ അവന് മുറിവ് പറ്റിയ കൈ പിടിച്ചെടുത്ത് അവനെ നോക്കാതെ ആ കൈയിലേക്ക് മാത്രം തന്നെ ദൃഷ്ടി പതിപ്പിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചൊന്ന് പല്ലിയരിച്ചതല്ലാതെ അവളുടെ ആ ചോദ്യത്തിന് മറുപടി ഒന്നും തന്നെ നൽകിയില്ല. ഒത്തിരി മുറിഞ്ഞു. അവൾ അവന്റെ കയ്യിലെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അവനത് കാര്യമാക്കാതെ അവളുടെ കയ്യിൽ നിന്ന് തന്നെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ ആ നീക്കത്തെ പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് അവൾ അവന്റെ കൈ അല്പം ശക്തിയിൽ തന്നെ പിടിച്ചു വെച്ചു. നീലി. തന്റെ ആ ശ്രമം വിഫലമായതും അവൻ പല്ലിയടിച്ചുകൊണ്ട് അവളിൽ നിന്ന് വിളിച്ചു. ഞാനിതൊന്ന് വൃത്തിയായിക്കോട്ടെ ഇന്ദ്രേട്ടാ. അവൾ എന്റെ കൈ പിടിച്ചു വെച്ച് ദയനീയമാർന്ന സ്വരത്തിൽ പറഞ്ഞതും ഇന്ദ്രൻ തന്റെ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് അവളെ നോക്കി. തന്റെ കയ്യിലെ മുറിവിലേക്ക് കണ്ണു നിറച്ച് നോക്കി നിൽക്കുന്നവളെ കാണെ അതുവരെ വലിഞ്ഞു മുറുകിയിരുന്ന അവന്റെ മുഖത്തെ പേശികൾക്ക് അയവ് വന്നിരുന്നു. താഴെ എന്തിനായിരുന്നു അത്രയും ഒച്ചയും ബഹളം? എന്തിനാ ഇങ്ങനെയൊക്കെ? അവൾ അവനുമായി കട്ടിലിനരിയിലേക്ക് നടന്നുകൊണ്ട് തിരക്കിയതും നിമിഷ നേരം കൊണ്ട് അവന്റെ മുഖം വീണ്ടും വലിഞ്ഞു മുറുകി. അവനവളുടെ കൈ കുടഞ്ഞെറിയാൻ ശ്രമിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറാൻ ഒരുങ്ങിയതും അവൾ അവന്റെ കയ്യിലെ പിടിമുറുക്കിക്കൊണ്ട് അവനെ ദയനീയമായി ഒന്ന് നോക്കി. എന്നാൽ അവനവളുടെ ആ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള അവന്റെ ശ്രമം തുടരുകയാണ് ഉണ്ടായത്. ഇങ്ങനെ കൊതറി മാറാൻ ശ്രമിക്കില്ല ഇന്ദ്രേട്ടാ, എനിക്ക് അത്രയ്ക്ക് ശക്തിയൊന്നുമില്ല. അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. അവനും നടങ്ങി. എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യം? അവൾ അവനെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു. അവനവളുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നല്ലാതെ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഇങ്ങനെ ദേഷ്യം വന്നാ സ്വയം വേദനിപ്പിക്കുക ചെയ്യാ? അവൾ ചോദിക്കുന്നതിനൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു പഴംതുണി കീറിയെടുത്തുകൊണ്ട് അവന് മുറിവ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അവനിൽ അവിടെ ആ ഭാവങ്ങളെല്ലാം അത്രയും അത്ഭുതം നിറക്കുന്നവയായി മാറിക്കൊണ്ടിരുന്നു. താഴെ അത്രയൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ട് ഒന്നും മാറാത്ത എന്ത് ദേഷ്യായത്? അവൾ അവന്റെ കയ്യിലെ മുറിപ്പാടിൽ പയ്യെ നൂതിക്കൊണ്ട് ചോദിച്ചു. അവന്റെ ശ്രദ്ധ അവിടെ വക്കുപൊട്ടിയ ചുണ്ടുകളിലേക്കായി. താനേറെ പ്രണയത്തോടെ നോക്കുന്ന അവളിലെ ഓരോന്നും ഇന്ന് മുറിവുകളാൽ നിറഞ്ഞിരിക്കുന്ന കാണെ അവൻ തന്റെ സിരകളിലൂടെ പാഞ്ഞു കയറുന്ന ദേഷ്യം എന്ന വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഒന്ന് പല്ലിയേരിച്ചു. എന്നാൽ അവനെ മുഖമുയർത്തി നോക്കാതെ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നവൾ ആ ശബ്ദം കാതുകളിലേക്ക് എത്തിയതും അവനൊന്ന് കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി. ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ തന്നെ നോക്കുന്നവനെ കാണെ അവളൊന്ന് വല്ലാതായി. എന്നോടും ദേഷ്യാണോ? അവൾ വീണ്ടും ആ മുറിവിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചിട്ടുകൊണ്ട് സൗമ്യമായി ചോദിച്ചു. അവന്റെ ഇടതുകൈ അവളുടെ ചുണ്ടിന്റെ കോണില് മുറിവിനരിയിലേക്ക് നീങ്ങി. തന്റെ ചുണ്ടിനെ ലക്ഷ്യം വെച്ച് വരുന്ന അവന്റെ പെരുവിരൽ കാണെ അവളൊന്ന് പതറിയെങ്കിലും അവന് മുറിവ് പറ്റിയ കയ്യിൽ നിന്ന് തന്റെ ശ്രദ്ധ ലവലേശം മാറ്റാതെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ പെരുവിരൽ അവളുടെ മൃദുതളങ്ങൾ അത്രയും പയ്യൊന്ന് ഓമനിച്ചു. ആ സ്പർശനാനുഭൂതി ഇരു ഹൃദയങ്ങളെയും ഒരുപോലെ ത്രസിപ്പിച്ചു. ഞാൻ മരുന്നെടുത്തിട്ട് വരാം. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് അവന്റെ കൈവിട്ട് മേശ വലിപ്പിനരിയിലേക്ക് നീങ്ങിയതും അവൻ ഇപ്പോഴും തന്റെ കൈകളിൽ എറിഞ്ഞ അവളുടെ ആ ചുണ്ടുകളുടെ ചലനത്തിൽ കുടുങ്ങിക്കൊണ്ട് ആ കൈവിരലുകൾ പിൻവലിക്കാൻ വയ്യാതെ അതേ ഇരുത്തം അങ്ങനെ ഇരുന്നു പോയി. എന്നാൽ അവിടെ ഒരുവൾ തന്റെ പ്രവൃത്തികളിൽ എത്ര സ്വാഭാവികത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ അവന്റെ ആ ഒറ്റ നീക്കത്തിൽ ഉയർന്നുപോയ തന്റെ ഹൃദയ താളത്തെ എത്ര ശ്രമിച്ചിട്ടും വരുതിയിലാക്കാൻ കഴിയാതെ വെപ്രാളം പിടിച്ച മനസ്സോട് ആ മേശ വലിപ്പിൽ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരുന്നു. തന്റെ ചുണ്ടിലറിഞ്ഞ അവന്റെ പെരുവിരലിന്റെ ചൂടിപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്ന പോലെ, ആ പ്രണയ ചൂടിൽ താൻ ഉരുകി ഒലിക്കും പോലെ. വീണ്ടും വീണ്ടും ആ നിമിഷം അവൾക്കുള്ളിലേക്ക് ഒരു കുളിരല പോലെ ഒഴുകിയെത്തിയതും അവൾ തന്റെ വിറക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ എന്ന പോലെ കണ്ണുകളൊന്ന് ഇറുക്കെ ചിമ്മി തുറന്നുകൊണ്ട് അവൾ ഒരു ഓയിൻമെന്റ് എടുത്ത് അവനടുത്തേക്ക് വന്നു. നല്ലപോലെ മുറിവായിട്ടുണ്ട്.
അവൾ അവന്റെ കയ്യിലെ മുറിവിലേക്ക് മരുന്ന് പുരട്ടി കൊടുക്കുന്നതിനൊപ്പം മനസ്സിലെ വെപ്രാളം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ അവൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവന്റെ കണ്ണുകൾ അവളുടെ ആ നീക്കത്തെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുത്തു. തന്റെ മിഴികളെ നേരിടാൻ കഴിയാതെ അവൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ ഓരോന്നുമാണ് ഇതെല്ലാം എന്ന് അറിയാമെങ്കിൽ പോലും മുന്നിൽ നിൽക്കുന്നവരുടെ സംസാരവും പ്രവൃത്തിയും അവന് കൂടുതൽ അവളിലേക്ക് വലിച്ചെടുപ്പിക്കുകയാണ് ചെയ്ത്. അവൾ അങ്ങനെ നോക്കിയിരിക്കും തോറും അവന്റെ ഹൃദയം കനത്തു. അവിടെ കത്തിപ്പടർന്നിരുന്ന ക്രോധത്തിന് മുകളിലേക്ക് ഒരു പ്രേമവർഷം തന്നെ പെയ്തിറങ്ങി. അതിന്റെ നനവ് അവനിലെ കാമുകനെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കുളിർപ്പടത്തിക്കൊണ്ട് കടന്നുപോയി. ഇനി ഇങ്ങനെയൊന്നും വേണ്ട ഇന്ദ്രേട്ടാ. അവൾ അവന്റെ കൈ തന്റെ 2 കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറയവേ അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു. എന്തെങ്കിലും ദേഷ്യം ടിച്ചാ നീ 2 പറഞ്ഞു, അല്ലാതെ ഇങ്ങനെ സ്വയം വേദന തിന്നുന്ന അത്ര നല്ലതല്ല. അവൾ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് കയ്യിലെ ഓയിന്റ്മെന്റുമായി മേശക്കരിയിലേക്ക് തിരിഞ്ഞു. എനിക്കൊന്ന് കിടക്കണം. അവന്റെ കൈ വിട്ടവൾ തിരിയലും അവന്റെ നാവ് ചലിച്ച ഒരുപോലെയാണ്. അവന്റെ ആ ആവശ്യം കേൾക്കെ അവളുടെ ഹൃദയം നിമിഷ നേരം കൊണ്ട് കുതിച്ചുയർന്നു. ഉള്ളം കൈയിലും തൊണ്ടക്കുഴിയിലും ഒരുപോലെ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷമാവാൻ തുടങ്ങി. അവൾ കയ്യിലെ ഓയിന്റ്മെന്റ് മേശവൽപ്പിലേക്ക് വെച്ച് അടച്ചുകൊണ്ട് നീട്ടിയൊരു ശ്വാസം വലിച്ചു വിട്ട ശേഷം അവനരികിലേക്ക് തിരികെ നടന്നു. അവളുടെ ആ വരവ് കാണെ അവന്റെ ചുണ്ടുകൾ വളരെ നേർമയായി ഒന്ന് വിടരാൻ വെമ്പി. അവനടുത്തേക്ക് എത്തിയതും അവന് നേർക്ക് വെറുതെ പോലൊന്ന് മിഴികൾ ഉയർത്തി നോക്കാതെ അവൾ വേഗം കട്ടിലേക്ക് കയറി കിടന്നു. അതൊന്ന് നോക്കിയ ശേഷം അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മുറുക്കിയെടുത്തുകൊണ്ട് തന്നെ താൻ ഇന്നൊരാളെ പാടെ അവഗണിച്ചുകൊണ്ട് കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നവളെ നോക്കി. തന്നെ നോക്കാതെയുള്ള അവിടെ ആ കിടപ്പ് കാണെ അടുത്ത നിമിഷം അവൻ അവളെ ഞെട്ടിച്ചുകൊണ്ട് ആ മാറിന് കുറുകെട്ടിയിരുന്ന സാരി തലപ്പ് നിമിഷ നേരം കൊണ്ട് അവളിൽ നിന്ന് അടർത്തി മാറ്റി. ശേഷം തലയിൽ കൈ താങ്ങി ചെരിഞ്ഞിടുന്നുകൊണ്ട് അവൾ ഉറ്റുനോക്കി. അവളാണെങ്കിൽ നടന്ന കാര്യത്തിന്റെ ഞെട്ടലിലൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ അടർത്തി മാറ്റിയ സാരി തലപ്പ് വീണ്ടും കയ്യിലേക്ക് എടുത്തു. വേണ്ട. അവന്റെ കനമേറിയ ശബ്ദം അവളെ തേടിയെത്തി. അത് കേട്ടതും അവൾ കയ്യിലെടുത്ത് പിടിച്ച മുന്താണി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ചുരുട്ടി പിടിച്ചുകൊണ്ട് ഏറി വന്ന ശ്വാസഗതിയെ താളത്തിലാക്കേണ്ടത് എങ്ങനെയെന്നറിയവയ്യാതെ അങ്ങനെ കിടന്നു. അവന്റെ കണ്ണുകൾ കടിഞ്ഞാൻ നഷ്ടപ്പെട്ട കുതിരയെ പോലെ അവളിലാകമാനം ഓടി നടന്നു. തനിക്ക് മുന്നിൽ കിടക്കുന്നവളുടെ ഒരുപോലെ ഉയർന്നു താഴുന്ന വയറിലേക്കും മാറിലേക്കുമായി അവന്റെ നോട്ടമത്രയും ചുരുങ്ങിപ്പോയി. അതിന്റെ താളഭംഗിക്ക് തടസ്സം സൃഷ്ടിക്കും പോലെ അവൾ നെഞ്ചോട് ചേർത്ത് ചുരുട്ടി പിടിച്ചിരിക്കുന്ന മുന്താണി കാണെ അവന്റെ നോട്ടം അവളുടെ മുഖത്തേക്ക് നീണ്ടു. തന്നെ നോക്കാൻ ബുദ്ധിമുട്ടുന്ന അവളുടെ മിഴികളുടെ പിടച്ചിലും ചുണ്ടുകളുടെ വിറയലുമെല്ലാം അവൻ അത്യധികം പ്രണയത്തോടെ നോക്കിക്കണ്ടു. നീലി. അവന് നീട്ടിയുള്ള വിളിക്കാതുകളെ പൊതിയവേ അവളുടെ കണ്ണു മനസ്സ് ഒരുപോലെ പിടഞ്ഞു. അവളുടെ ആ പിടച്ചിൽ അവന്റെ നയനങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. എനിക്ക് കാണണം. അവന്റെ ശബ്ദം അവളെ പാടെ തളർത്തി. ആ തളർച്ച നേരിടാനാവാതെ അവൾ തന്റെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് ഇറുക്കി അടച്ചു. നീലി. അവളിൽ നിന്ന് താൻ പ്രതീക്ഷിച്ച നീക്കം ഉണ്ടാവാതിരുന്നു. അവന്റെ ശബ്ദം വീണ്ടും അവളെ തേടിയെത്തി. അതെ, വൃതല്ലേ? അവൾ വിറയാറുന്ന ശബ്ദത്തിൽ അവനോട് പറഞ്ഞുകൊണ്ട് കയ്യിലെ തുണി ഒന്നുകൂടി ചുരുട്ടി പിടിച്ചു. പക്ഷെ കണ്ണുകൾക്കില്ല. അവനവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് തന്നെ നോട്ടം മാറ്റാതെ അവൾക്കുള്ള മറുപടി നൽകിയതും അവൾ നന്നേ പരിങ്ങില്ലായി. നീ ഇങ്ങനെ ഒളിച്ചു നോക്കാൻ മാത്രം ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവന്റെ ശബ്ദവും നോട്ടം ഒരുപോലെ അവൾക്ക് നേരെ കൂർത്തു. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ഇന്ദ്രേട്ടാ. അടുത്ത നിമിഷം അവൾ അവനെ ഇറുകെ പുണർന്നുകൊണ്ട് ആ കഴുത്തിടിയിലേക്ക് തന്റെ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് കിതപ്പാറ്റി. തന്നെ ഏറെ നാളായി ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ മാർദ്ധവമേനിയുടെ ചൂട് അവനിലെ പ്രണയത്തെ ആളിക്കത്തിക്കുന്ന ഒരു അഗ്നിയായി പരിവർത്തനപ്പെടുത്തി. നീലി. അവന്റെ ശബ്ദം ഒരു ശാസനയുടെ ഭാവം കൈകൊണ്ടു. കൈകൾ അവളെ പുണരാൻ കഴിയാതെ മടിച്ചു നിന്നു. എനിക്ക് വയ്യ ആ നോട്ട ഏറ്റുവാങ്ങാൻ. ഞാൻ ശ്വാസം മുട്ടി മരിച്ചുവോ ഇന്ദ്രേട്ടാ? ആളവൻ ഇറങ്ങിയപ്പോഴെന്നുകൊണ്ട് പറഞ്ഞു. അവന്റെ ചുണ്ടുകളൊന്ന് ഭംഗിയിൽ വിടർന്നിരുന്നു. ഡോക്ടർ ഇന്ന് തന്നെ ഡിസ്ചാർജ് ലെറ്റർ അടിച്ച് കയ്യെത്തിടുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. അവൻ പറഞ്ഞുകൊണ്ട് പോകാനുള്ളതെല്ലാം ഒരുക്കി വെച്ചു. പിന്നെ ഞാനെന്താ വിചാരിച്ചേ? ഈ ഒരു കുഞ്ഞു മുറിവിനെ അവർ കാലം മുഴുവൻ ഇവിടെ പിടിച്ചിടുന്നോ? ഭൂമി അവനെ പാടെ പൂച്ചിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ ചെയ്യുന്ന പണി നിർത്തിക്കൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി. ഓ, അവളുടെ നാവ് വീണ്ടും പൊങ്ങി തുടങ്ങിയല്ലോ. അവൻ പറഞ്ഞുകൊണ്ട് മുണ്ട് മടക്കി കുത്തി. അത് കേട്ടതും അവൾ അവനിൽ തന്നെ തല വെട്ടിച്ച് മാറ്റിക്കൊണ്ട് കട്ടിലേക്ക് ചാരിയിരുന്നു. ആടി, അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ച്. അതുപോലെ ആയിരുന്നല്ലോ നിന്റെ ഒടുക്കത്തെ പ്രകടനം. അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു. ഞാൻ എന്ത് ചെയ്തതാ ഇയാൾ ഈ പറയുന്നേ? ഇയാളുടെ വർത്താനം കേട്ടാ തോന്നുക ഞാൻ അതൊക്കെ മനഃപൂർവ്വം ചെയ്താണെന്ന്. ആൾ അവനെ നോക്കാതെ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹ്, എന്താ ഇവരുടെ ഒരു നാക്ക്! കുറച്ചു മുന്നേ അവർ ഈ നാക്കുന്ന ഞാൻ കണ്ടില്ലല്ലോ. അവനവളുടെ വീർത്തിരിക്കുന്ന കവിളിലൊന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു. ആളവിടെ കൈവച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി. എന്ത്, എന്റെ കുഞ്ഞമ്മണിക്കൊന്നും പറയാനില്ലേ? അവനവളുടെ മറ്റേ കവിളിൽ നിന്ന് വലിച്ചു വിട്ടുകൊണ്ട് ചോദിച്ചു. അവൾ അവന്റെ കൈ തട്ടി മാറ്റി. ഓ, ഇന്നലെ ഈ നേരത്തേക്ക് നീ എന്നെ മുള്ളുമുരിക്കലും നിർത്തിച്ചേക്കല്ലായിരുന്നടി യക്ഷി കുഞ്ഞെ.
അവൻ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് മടക്കിക്കൊണ്ടിരുന്നു. നാദാന്ന് വിളിച്ചുകൊണ്ട് എന്റെ കയ്യിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നില്ലേടി നീ? അവനവളെ നോക്കി ചോദിച്ചുകൊണ്ട് ആ മടക്കിയെടുത്ത ബെഡ്ഷീറ്റ് മടക്കിക്കൊണ്ടുപോകാനുള്ള ബാഗിലേക്ക് വെച്ചു. അവളുടെ ഒരു വിളിയും വീഴ്ചയും പണ്ടാനറിയാം, മനുഷ്യന്റെ ചങ്ക് എത്തിപ്പോയി. അവൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ അതിനെ പുച്ഛിച്ചുകൊണ്ട് തന്നെ ചുണ്ടുകൊട്ടി. പുച്ഛിക്കലേടി നീ, പുച്ഛിക്കല്ലേ? നിനക്ക് നാദാന്ന് വിളിച്ചങ്ങ് വീണപ്പോ കാര്യം കഴിഞ്ഞു. ബാക്കിയുള്ളവനല്ലേ വാലിന് തീ പിടിച്ച കുരങ്ങനെ കൂട്ട് നിന്നെ താങ്ങി പിടിച്ച് ഓടിയത് മൊത്തം. അവൻ ആ ഓർമ്മയിൽ തന്റെ തലയൊന്ന് കുടഞ്ഞു. അപ്പൊ സമ്മതിച്ചു. അവൾ അവനെ ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് കൊരങ്ങനാണെന്ന്? ആൾ പൊട്ടി വന്ന ചിരി ഒതുക്കിക്കൊണ്ട് അവനെ നോക്കി ചോദിച്ചു. ഒരു വീക്കം വെച്ചെന്നാലുണ്ടല്ലോ കുരിപ്പേ. അവൻ അവൾക്ക് നേരെ തന്റെ മുട്ടുകൈ മടക്കി ഓങ്ങിക്കൊണ്ട് പറയലും ആൾ വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പുറകിലേക്ക് വലിഞ്ഞു. മനുഷ്യനിവിടെ ചങ്ക് പോഞ്ഞ കഥ പറയുമ്പോഴാ അവിടെ ഒരു കോപ്പിലൊരു കോമഡി. അവൻ അവളെ നോക്കി പല്ലടിച്ച് പറഞ്ഞുകൊണ്ട് മടക്കി കൊടുത്ത മുണ്ടഴിച്ചിട്ടുണ്ട് ആ ഹോസ്പിറ്റൽ ബെഡിൽ ഒരു അരികത്തായി ഇരുന്നു. ഞാനേ ഇന്നലെ നിന്നെ പൊക്കിയെടുത്തോണ്ട് ഓടുമ്പോ കണ്ടില്ലല്ലോ നിന്നെ ഈ തമാശ പറച്ചിലൊന്നും. അപ്പ എന്റെ കയ്യിൽ ബോധമില്ലാണ്ട് ചോര ഒളിപ്പിച്ച് കിടക്കായിരുന്നല്ലോ. അവൻ അവളെ നോക്കി ചൊടിയോടെ ചോദിച്ചുകൊണ്ട് അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റി. അപ്പൊ കോമഡി പറയാൻ മൂടുണ്ടായിരുന്നില്ല, അതാ. ആളവനെ കൂടുതൽ ചൊടിപ്പിക്കാനെന്ന പോലെ പറഞ്ഞുകൊണ്ട് അവനരിയിലേക്ക് കുറച്ചുകൂടി നീങ്ങി വന്നു. ആ നിനക്ക് മൂഡ് കാണില്ലടേ, അല്ലെങ്കിലും എന്നെ ഇങ്ങനെ ഇട്ട് വലിപ്പിക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അവൻ അവളെ നോക്കാതെ പല്ലടിച്ചുകൊണ്ട് ചൊടിയോടെ പറഞ്ഞു. ഒരുപാട് വലിഞ്ഞോ? അവൾ ചോദിച്ചുകൊണ്ട് അവന്റെ മുഖം തനിക്ക് നേരെ തിരിച്ചു അവൻ പല്ലടിച്ചുകൊണ്ട് ആ കൈ തട്ടി മാറ്റി. ആ വലിഞ്ഞടി, എന്തേ നിനക്ക് കാണോ? അവൾ ആദ്യം വേണമെന്നും പിന്നെ വേണ്ടെന്ന പോലെയും തലയാട്ടി കാണിച്ചു. നിനക്ക് കുട്ടിക്കളി, ഇന്നലെ മനുഷ്യനനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ. അവൻ പറഞ്ഞുകൊണ്ടൊന്ന് തലവെട്ടിച്ചു. എന്റെ പൊന്നു മോളെ, നീ ഇനി വെറുതെ പോലെ ഒന്ന് വീണേക്കലടി, എന്റെ നെഞ്ചും കൂടി കത്തും. അവൻ നെഞ്ചിൽ കൈവച്ച് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ പൊട്ടി വന്ന് ചിരി ഒതുക്കിക്കൊണ്ട് അവനരികിലേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു. എവിടെ നോക്കട്ടെ? അവൾ അവനോട് നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് ചോദിക്കുന്നതിനൊപ്പം അവന് നെഞ്ചിലേക്ക് കൈവെക്കാനാഞ്ഞതും അവൻ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവളെ കൂർപ്പിച്ച് നോക്കി. എന്തോന്ന്, നിന്റെ അച്ഛൻ ഇതിനകത്ത് അത്തപ്പൂകളിട്ട് വെച്ചിരിക്കുന്നോ നിനക്ക് കാണാൻ? അവൻ അവളെ നോക്കി പുച്ഛഭാവത്തിൽ തിരക്കി. അത് നോക്കിയാലല്ലേ അറിയൂ. അവൾ പറഞ്ഞുകൊണ്ട് അവനരികിലേക്ക് ഇത്തിരി കൂടി നീങ്ങിയിരുന്നു. ഓരോരോ ഭാര്യമാര് ഭർത്താക്കന്മാരെ താഴത്തും തറയിലും വെക്കാതെ കൊണ്ടിടക്കുന്നത്. ഇവിടെ ഒരുത്തിയുണ്ട്, എന്റെ നിഴൽവട്ടം കാണുന്നവൾക്ക് ചതുർത്ഥിയാ. ഒന്ന് അടുത്തേക്ക് വരുമ്പോഴേക്കും കാക്കയാട്ടുന്ന പോലല്ലേ ഞാൻ ആട്ടി ഓടിക്കണേ. അവൻ അവളിരിക്കുന്ന വശം നോക്കാതെ കെറുവോടെ പറഞ്ഞു. അത് കാക്കയുടെ സ്വഭാവം കാട്ടിട്ടല്ലേ നാഥ? അവൾ അവന്റെ അടുത്തേക്ക് ഇത്തിരി കൂടി നീങ്ങിയിരുന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടത് അവൻ അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. അവനെ ആ നോട്ടം കാണെ അവൾ അവനെ കൂർപ്പിച്ചുകൊണ്ട് നിഷ്കളങ്ക ഭാവത്തിലൊന്ന് നോക്കി. അത് കാണെ അവനൊന്ന് പതറി. വലിയ ധൈര്യശാലിയാണെന്നൊക്കെ ആ പറച്ചില്. എന്നിട്ട് ഇന്നലെ ആ തെണ്ടികൾ വന്നൊന്ന് കത്തിക്ക് മൂർച്ചുണ്ടോ നോക്കിയപ്പോഴേക്കും അവള് നിന്ന നിൽപ്പിൽ നിലം പറ്റി. അവൻ തന്നെ പതറൽ മറിച്ചുകൊണ്ട് അവളെ നോക്കാതെ പറഞ്ഞു. നിലം പറ്റിയില്ല, അതിനു മുന്നേ എന്നെ താങ്ങിയില്ലേ? അവൾ അവനോട് ചേർന്നിരുന്നുകൊണ്ട് ചോദിച്ചു. അവൻ പെട്ടെന്ന് തന്നെ അവളെ കഴുത്തിരിച്ച് നോക്കി. തന്നെ നോക്കുന്നവളുടെ കണ്ണിലെ തിളക്കത്തിൽ അവനൊന്നും പതറാതിരുന്നില്ല. ഒരു ശ്വാസമകലെ തന്നിലേക്ക് ചേർന്നിരുന്ന് തന്നെ ഇമച്ചിമാതെ നോക്കുന്നവളുടെ കണ്ണുകളിലെ ഭാവത്തെ നേരിടാനാവാതെ അവനൊന്നും മിനീരിറക്കിപ്പോയി. ഞാൻ താങ്ങാൻ ഈ കൈകളുള്ളപ്പോ ഇങ്ങനെ വീഴുന്നതിൽ തെറ്റുണ്ടോ? അവൾ അവനിൽ തന്നെ നോട്ടം മാറ്റാതെ ചോദിച്ചു. അവനോട് നിമിഷം മത്തി മറന്ന് നോക്കിയിരുന്നു പോയി. പറയ്, തെറ്റുണ്ടോ? അവൾ തന്റെ ചോദ്യം ആവർത്തിച്ചു. അവൻ ഏതോ ലോകത്തെന്ന പോലെ വിലങ്ങനെ തലയാട്ടി. ഇനിയും അതുപോലെ താങ്ങിയാ മതി. എന്താ താങ്ങില്ലേ? അവൾ അവനെ നോക്കി കണ്ണി ചിമ്മിക്കൊണ്ട് ചോദിച്ചു. അവൻ അതിനെ അറിയാതെ തലയാട്ടിപ്പോയി. എന്നാലേ ഇങ്ങനെ നോക്കിയിരിക്കാൻ നീ ഒന്ന് ഡ്രസ്സ് മാറാൻ സഹായിച്ചേ. അവൾ അവന്റെ താടിയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവനെ ഏതോ ലോകത്തിൽ നിന്ന് തിരികെ വന്ന പോലെ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. എന്തെങ്കിലും നോക്കണേ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ? എന്ത്? അവൻ കാര്യം മനസ്സിലാവാതെ തിരക്കി. ഇനി ഒന്ന് ഡ്രസ്സ് മാറാൻ ഹെൽപ്പ് ചെയ്യാൻ അവൾ പറഞ്ഞു. അവനൊന്ന് കണ്ണുമിഴിച്ചു. ഞാനോ? അവൻ സ്വയം വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. കുറച്ചു മുന്നേ അവരെ ഭാര്യ ഇങ്ങനെയാണ് ഭർത്താവ് എങ്ങനെയാണെന്നൊക്കെ വെച്ച് കാച്ചുന്നുണ്ടായല്ലോ, ഇപ്പൊ എന്തേ ആകെ കാറ്റിൽ പറഞ്ഞോ? അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ സഹായിക്കുമ്പോഴും നീ ഇതന്നെ പറയണം. അവൻ അവളെ നിന്ന് ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞുകൊണ്ട് മുണ്ട് മടക്കി കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ സഹായിക്കാനാ പറഞ്ഞു, അല്ലാതെ എന്നെ ഉപദ്രവിക്കാനല്ല. അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഇയാളുടെ സഹായിക്കൽ ഉപദ്രവമായിട്ട് മാറാറുള്ള പതിവ്, അപ്പൊ പിന്നെ അങ്ങനെയും പറയാം. അവൾ പുച്ഛിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. ദേ ബൊമ്മി, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ സഹായിക്കാനുള്ള ആ മൂടം കളയാതെ എന്നെ പൊന്നുവാ, നമുക്ക് സാരി എടുക്കാം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് പിടിച്ച് തനിക്കരിയിലേക്ക് നിർത്തി. അതിന് സാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അതിനകത്തൊരു ഉടുപ്പുണ്ട്, അതിങ്ങെടുക്ക്. ഉടുപ്പോ? അവൻ അവജ്ഞതയോട് ചോദിച്ചു. പിന്നെ ഈ കൈ വെച്ച് ഞാനത് വലിച്ചേറ്റണോ?
ആളവന് നോക്കി ആ മുറിയെ പറ്റിയ കൈയൊന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു. അത് കാണാൻ അവന്റെ എല്ലാ ആവശ്യവും കെട്ടണം. ആ ഉടുപ്പെങ്കിൽ ഉടുപ്പ്. അവൻ പറഞ്ഞുകൊണ്ട് ആ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു ലൂസ് മാക്സി പുറത്തേക്ക് എടുത്തു. ഞാൻ വിളിക്കാം, അപ്പൊ അകത്തേക്ക് വന്നാ മതി. ബാത്റൂമിനകത്തേക്കായിരുന്നു പിന്നെ പറഞ്ഞു. ഏയ് അത് പറ്റില്ല, ഞാൻ വരും. അവൻ പറഞ്ഞുകൊണ്ട് ആദ്യം ഓടി ബാത്റൂമിലേക്ക് കയറി. എങ്ങോട്ട് ഈ ഓടിച്ചാടി കയറുന്നേ? ഇയാളോട് നിന്നാ മതി, ഞാൻ ആവശ്യം വരുമ്പോ വിളിച്ചോളാം. നീയല്ലേ പറഞ്ഞ് സഹായിക്കാൻ. എനിക്കാണ് ഇപ്പൊ സഹായിക്കാൻ മുട്ടിയിട്ട് വയ്യ. നീ ഇതും പറഞ്ഞിക്കത് ഇങ്ങോട്ട് വാടി എന്റെ രക്ഷിക്കുഞ്ഞേ. അവൻ പറഞ്ഞുകൊണ്ട് ആളെ തനിക്കടുത്തേക്ക് വലിച്ചു. ഞാൻ സഹായിക്കാനേ പറഞ്ഞോളൂ, അല്ല മൊത്തത്തിൽ മാറ്റി വേറിട്ട് തരാൻ പറഞ്ഞില്ല. ആളവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നീ എന്തിനാണ് ഈ ഭാര്യ ഈ വയ്യാത്ത കൈയും വെച്ച് ഭാരപ്പെട്ട പണികളൊക്കെ ചെയ്യുന്നത്? എന്റെ പൊന്നിന് നാദേട്ടൻ ചെയ്തു തരില്ലേ അതൊക്കെ? അവൻ പറഞ്ഞുകൊണ്ട് തന്നെ ആളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. ദേ നാദാ കളിക്കല്ലേ? ആളവനെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇല്ല കളിക്കൂല, എന്റെ പൊന്നു വാ, നമുക്ക് തുണി മാറ്റാം. അവൻ പറയുന്നതിനൊപ്പം അവൾ ഇട്ടിരിക്കുന്ന നൈറ്റിയുടെ കുളത്തിലേക്ക് കൈവച്ചു. മാറാനുള്ള എടുത്തില്ല. ആൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൈതട്ടി മാറ്റി. ആ അത് ശരിയാണല്ലോ, ഞാൻ ഇപ്പൊ വരാം. ദേ പോയി ദാ വന്നു. അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കിടക്കലും ആൾ ആ ബാത്റൂം ഡോർ വലിച്ചടച്ചു. എടി ഞാൻ കേറിയില്ല. അവൻ പുറത്തുനിന്ന് വാതിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. കയറണ്ട, അവിടെ നിന്നോ, ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ചോളാം. എടി അപ്പൊ നിനക്ക് മാറിയിടാനുള്ള തുണി വേണ്ടേ? അതെന്റെ കയ്യിലുണ്ട്. ഇത് ചതിയാ, കണക്കായി പോയി. ആൾ ചിരിയൊതുക്കി കൊണ്ട് പറഞ്ഞു. എന്റെ പൊന്നല്ലേടി, ഈ വാതിലൊന്ന് തുറന്നേ നീ. നാഥന അവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്നോളാടി. ഇയാൾ തൽക്കാലം അവിടെ അടങ്ങി ഒതുങ്ങി നിന്നാ മതി, സമയമാകുമ്പോ ഞാൻ വിളിച്ചോളാം. വസ്ത്രം മാറുന്നതിനിടയിൽ അവൾ പറഞ്ഞു. പറയുന്നത് കേൾക്കെന്റെ രക്ഷിക്കുഞ്ഞേ. എന്നാലും ഈ ചതി എന്നോട് വേണ്ട എന്നടി കുഞ്ഞമ്മിണി. അവന് നിരാശാഭാവത്തിൽ പറഞ്ഞവൾ ചിരിച്ചുപോയി. ഉറങ്ങിക്കിടന്നതിനെ വിളിച്ചുണർത്തി സദ്യ ക്യാൻസൽ എന്ന് പറയുന്ന പോലെ. അവൻ ആ ബാത്റൂം ഡോറിലേക്ക് ചാരിക്കൊണ്ട് പറയവേ അവൾ വായുത്തി ചിരിച്ചു. നീ ഡ്രസ് ഇട്ടോ? ഇടുന്നു. എന്റെ പൊന്നിന് എന്തിനാണ് ഈ കഷ്ടപ്പാട്? ഈ വാതില് ജസ്റ്റ് ഒന്ന് തുറക്കേണ്ട താമസമല്ലേ ഉള്ളൂ. നാദേട്ട സഹായിക്കില്ല മുത്തിനെ. അവൻ അവളോട് കെഞ്ചി. കഴിഞ്ഞു. അവൾ പറഞ്ഞിട്ട് വാതിൽ തുറന്നു. അവനുള്ളിലേക്ക് നാഞ്ഞുപോയി. നീ ഇതെന്ത്? അവനകത്തേക്ക് കയറിയത് അവളോട് ചോദിക്കാനൊരുങ്ങിയ വാക്കുകൾ ഓരോന്നും അവളെ നോക്കിയതും അവന്റെ ഉമിനീരിനൊപ്പം അവൻ വിഴുങ്ങിപ്പോയി. ഇത് പൂട്ടാൻ പറ്റുന്നില്ല. അവൾ അറ്റം വരെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ആ നൈറ്റിയുടെ നെഞ്ചിൻ ഭാഗം ഒന്ന് ചുരുട്ടി പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. നിർബന്ധാണോ? അവൻ അവളിൽ നിന്ന് കണ്ണു പറിച്ച് മാറ്റാതെ ചോദിച്ചു. എന്ത്? ഇതിങ്ങനെ പൂട്ടണമെന്ന് അവനൊന്ന് ഉമിനീരക്കിക്കൊണ്ട് ചോദിച്ചു. അതാ അടുത്ത നിമിഷം അവൾ അവനെ നോക്കി അലറി. പൂട്ടാം, പൂട്ടി. അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് നീങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.